ഹലോ പ്രിയ പ്രേക്ഷകരെ, സ്വാഗതം ചെയ്യുന്നു ചാനൽ അബ്നാസിലേക്ക്. ഇന്ന് മറ്റൊരു വിഷയം, ചരിത്ര പുരുഷന്മാർ എന്ന വിഷയത്തിൻ്റെ ഖണ്ഡികയായി ചില എപ്പിസോഡുകൾ തുടർമാനമായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പൊതുവെ വായനാശീലം കുറവുള്ളവർക്ക് ഇത് പുതുമയായിരിക്കാം, എന്നാൽ വായിക്കുന്നവർക്ക് ചിലപ്പോൾ പുതുമ കാണത്തില്ല. ചാൾസ് ബ്രാഡ്ലോ എന്ന വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഈ ചരിത്ര പുരുഷനിൽ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആംഗ്ലിക്കൻ സഭയിലെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു ചാൾസ് ബ്രാഡ്ലോ. 1833 മുതൽ 1891 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 17 വയസ്സുകാരൻ അന്ന് സഭയുടെ ബൈലോയും ബൈബിളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചത് സഭാ നേതൃത്വത്തിന് അസ്വാരസ്യം സൃഷ്ടിച്ചു. ഈ വിഷയത്തിന് പരസ്യമായി ഈ പയ്യനായ 17 വയസ്സുള്ള യൗവനക്കാരനായില്ലല്ലോ, പരസ്യമായി ക്ഷമ ചോദിക്കാൻ 2 ആഴ്ചത്തെ സമയം അനുവദിച്ചുവെങ്കിലും ചാൾസ് ബ്രാഡ്ലോ അതിന് തയ്യാറാകാതെ തൻ്റെ പിതാവ് ആ വിഷയത്തോടനുബന്ധിച്ച് പിതാവുമായി കലഹമുണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ ഭവനം വിട്ട് ലണ്ടനിലേക്ക് അങ്ങനെ കുടിയേറി. ലണ്ടനിൽ തനിക്ക് പരിചയക്കാരൊന്നുമില്ലായിരുന്നെങ്കിലും പട്ടണത്തിൽ പലയിടങ്ങളായി കറങ്ങി നടന്ന് താൻ അറിഞ്ഞോ അറിയാതെയോ നാസ്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് ആകൃഷ്ടനായി രാജ്യങ്ങളുടെ പട്ടണങ്ങളിലെ അല്ലെങ്കിൽ ലണ്ടൻ എന്ന വിശ്വപ്രസിദ്ധമായ പട്ടണങ്ങളിൽ പലയിടങ്ങളിലായി സംവാദങ്ങൾ നടത്തി അദ്ദേഹം പെട്ടെന്ന് പ്രശസ്തനായി. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചോദ്യങ്ങൾ, ഞാൻ നിരീശ്വരവാദിയല്ല, നിരീശ്വരത്തോട് എനിക്ക് താല്പര്യമില്ലെങ്കിലും ചരിത്രപരമായും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ളവരുണ്ട്, പോസിറ്റീവായിട്ടുള്ളവരുണ്ട്. അങ്ങനെ പല ചരിത്രങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാനാണ് ഈ ഭാഗം നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ദൈവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ ദൈവമില്ലെന്ന് ഞാൻ പറയുകയുമില്ല. ദൈവം എന്നത് എന്താണെന്നറിയാതെ എങ്ങനെ ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കും? ഈ ചോദ്യം എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിച്ചതും പഠിച്ചതും. സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നിനെക്കുറിച്ച്, അത് ഏത് വിഷയമാകട്ടെ, എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ പഠിപ്പിക്കും? ഇന്ന് ക്രൈസ്തവ ലോകത്തിലുള്ള പലരും ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞിട്ടോ ഉത്തമ ബോധ്യം ഉണ്ടായിട്ടോ ആണോ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും? അല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ ചാൾസ് ബ്രാഡ്ലോയെ ഞാനും നിങ്ങളെ എങ്ങനെ അവഗണിക്കും? മാതാപിതാക്കൾ, ഇടയന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവരിലൂടെയാണ് നാം ദൈവത്തെയും ദൈവത്തെ ഗ്രഹിക്കുന്നത്. ബൈബിൾ പഠനം പെന്തക്കോസ്ത് മേഖലകളിൽ തീരെ ഇല്ലാത്തതിനാൽ ബൈബിൾ കൈകാര്യം ചെയ്യും, ബൈബിൾ പ്രസംഗിക്കും, ഭയങ്കരമായ പ്രകടനം നടത്തുമെങ്കിലും അടിസ്ഥാനങ്ങളോ ഉപദേശങ്ങളോ കൃത്യമായി അറിയാത്ത പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുള്ളവരോടുകൂടെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഒരു തലമുറ മാറി മറ്റൊരു തലമുറ വരുമ്പോൾ ദൈവവിശ്വാസം കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ട്. ദൈവവിശ്വാസത്തിന്റെ ശരിയായ പഠനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ നിരീശ്വരവാദം ശക്തമായതും. നിരീശ്വരവാദത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം വളരെ പ്രശസ്തമാണ്, ചിന്തനീയവുമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവനെ നീതിയായി കണക്കിട്ടു. ദൈവിക വിശ്വാസം ഒരിക്കലും അന്ധവിശ്വാസമാകരുത്. ന്യൂ ജനറേഷൻ വിശ്വാസികളെ പാസ്റ്റർമാർ കൊണ്ടുപോകുന്നത് പോലെ ആകരുത്. നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഞാൻ വിശ്വാസത്തെക്കുറിച്ചോ അവിശ്വാസത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ നിരീശ്വരത്തെക്കുറിച്ചോ ഏത് വിഷയങ്ങളും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അത് വിശ്വാസമായി പരിണമിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെല്ലാം വിശ്വാസമായി മാറേണ്ടി വരും. അപ്പോൾ ദൈവവചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അത് ദൈവം നീതിയെ കണക്കിട്ടു. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്താൻ മറ്റ് പല വ്യക്തികളുടെയും അങ്ങനെ ഒരു വിശേഷണമില്ലാത്തത് എന്തുകൊണ്ട്? അത് ചിന്തിക്കേണ്ടതല്ലേ? ഇതിലൊക്കെ ഞാനും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. 1866 ലണ്ടനിൽ നാഷണൽ സെക്യുലർ സൊസൈറ്റി താൻ ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പ്രസിദ്ധനായി. കലാസാഹിത്യ മേഖലകളിലും മതമേഖലയിലും ഒക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. മറ്റുള്ളവരെല്ലാം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് സ്പീക്കറുടെ പ്രത്യേക അനുമതിയിൽ ലോകത്തിൽ ആദ്യമായി ദൃഢപ്രതിജ്ഞ ചെയ്തത് ചാൾസാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും
മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഈ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും അതുപോലെ സ്ഥലങ്ങളിലേക്ക് MLA ആയി MP ആയും ദൃഢപ്രതിജ്ഞ എന്നൊക്കെ ഒരു പറയുമ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിലുള്ളവരും സാമൂഹിക രംഗത്തുള്ളവരും ഓർക്കണം, ഇങ്ങനൊരു കാര്യം ആദ്യം ചെയ്തത് 1880 ചാൾസ് ബാട്ട്ലോ എന്ന വ്യക്തിയാണ്. അത് ചരിത്രത്തിൽ ഇടം പിടിച്ചു. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, എത്തിക്സ്, പാർലമെന്റ് മെമ്പർ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലയിലെല്ലാം അദ്ദേഹം പ്രസിദ്ധനായി. 1891 തൻ്റെ മരണത്തിൽ ഏകദേശം 3000-ലധികം വ്യക്തികൾ സംബന്ധിച്ചതിൽ ഒരുവനായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. നിരീശ്വരവാദിയായിരുന്നുവെങ്കിലും തന്നെ സംസ്കരിച്ചത് ലണ്ടനിലെ ബ്രൂക്ക്വുഡ് ചർച്ച് സെമിത്തേരിയിലായിരുന്നു.